കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മളുടെ ചാനൽ അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബർഫിയാണ്, ബീട്രൂട്ട് കോക്കനട്ട് ബർഫി. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പം കാഷ്യൂം ബദാമും ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ചെറുതായിട്ടൊന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ നട്ട്സ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കിസ്മിസും ചേർക്കാം. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ബീട്രൂട്ട് ആണ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇത് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം ചോപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ ചോപ്പ് ചെയ്തെടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം ഞാൻ 1.5 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പിന് 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് പകരം നമ്മുടെ ഫ്രഷ് തേങ്ങ ചിരകിയത് വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇരുന്നത് കൊണ്ട് ഞാനത് ചേർത്തെന്നുള്ളതേ ഉള്ളൂ. ഫ്രഷ് കോക്കനട്ട് വേണമെങ്കിലും 1 കപ്പ് നമുക്ക് അത് ചേർത്താലും മതി. അപ്പൊ ഇതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പൊടിച്ച പഞ്ചസാരയല്ല, നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോ പക്ഷെ ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. ഇപ്പൊ നമ്മളുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് തികച്ചും ഓപ്ഷനിലാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഇപ്പം ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ പാല് ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പാല് ചേർക്കാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പൊ ഞാനിപ്പം ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെയും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഈ ബീട്രൂട്ട് ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ എടുത്തിരിക്കുന്ന വലിയ ഒരു ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ടും ആണ് എടുത്തിരിക്കുന്നത്. അതാണ് 1.5 കപ്പ് വന്നേക്കുന്നത്. അപ്പൊ ഇതിനി അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ ഈർപ്പം നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏലക്കയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിന്റെ അനുസരിച്ച് ചേർത്താൽ മതി. ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളതിന്റെ അനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയും ഓരോരുത്തരുടെയും ടേസ്റ്റിന്റെ അനുസരിച്ച് ചേർക്കാം. അപ്പൊ ഇതിപ്പം നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ നെയ്യൊക്കെ പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പാത്രം. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നന്നായിട്ട് വരട്ടി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കോക്കനട്ടിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് നിരപ്പാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോ ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ എൻ്റെ കയ്യിൽ ഈ പാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ നട്ട്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ കിസ്മിസ് വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പൊ ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് ഇത് മാറ്റി വെക്കാം, ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതിപ്പോ നമുക്ക് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോ 1 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലൊരു പീസ് ഒന്ന് എടുക്കാം. അപ്പൊ ഇതാ കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ടാക്കുവാനാണെങ്കിലും നല്ല ഈസിയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ബീട്രൂട്ട് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ ഇനി ഞാൻ ബാക്കിയുള്ള പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കട്ടെ. അപ്പൊ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്